ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ ജസീറ നടത്തിയിട്ടുള്ള ഈ സമരം ഇതിന് പിന്നിൽ ഗൂഢശക്തികളുണ്ട് എന്നാണ് ഒരു സംസ്ഥാന മന്ത്രി ആരോപിക്കുന്നത്. തൊട്ട് തലേ ദിവസം, അതായത് ഇന്നലെയോ മിനിഞ്ഞാന്നോ, ഗവൺമെന്റ് ചീഫ് വിപ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാർക്ക് മേൽ ഒരു ആരോപണം ചൊരിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരിൽ അധിക പേരും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ചിലർ ഉൾപ്പെടെയുള്ളവർക്കുള്ള മാഫിയ ബന്ധത്തെക്കുറിച്ച്. ഈ ആരോപണ പ്രത്യാരോപണങ്ങളെ കേരള പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് മലയാളി മനസ്സിലാക്കേണ്ടത്? അല്ല, ഇത് വളരെ ലളിതമായ കാര്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ മണ്ഡലത്തിലുള്ള പലർക്കും കടുത്ത മാഫിയ ബന്ധങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കം? ഈ മാഫിയകൾക്ക് വേണ്ടി മുമ്പൊക്കെ രഹസ്യമായി വന്നിരുന്ന നേതാക്കന്മാർ ഇപ്പോൾ വളരെ പരസ്യമായി വരുന്നു. അത് ക്വാറി മാഫിയയ്ക്ക് വേണ്ടിയാവാം, മണൽ മാഫിയയ്ക്ക് വേണ്ടിയാവാം, ടോൾ മാഫിയയ്ക്ക് വേണ്ടിയാവാം, മറ്റേ മദ്യമാഫിയയ്ക്ക് വേണ്ടിയാവാം. ഇവർ വളരെ പരസ്യമായി വരുന്നു. ഇപ്പം അതാണ്, പഴയതുപോലെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അവരങ്ങനെ വരുന്നു, ഇവരെയൊക്കെ സംരക്ഷിക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഗൂഢസംഘങ്ങളെയും സംരക്ഷിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ ഓഫീസ് ഇതിനു വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. അവരൊക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇത്ര പരസ്യമായി രാഷ്ട്രീയ നേതാക്കൾ മാഫിയകളുമായി ബന്ധപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ മറ്റ് സംഘങ്ങൾ ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഇതൊക്കെ അറിയാം. ഇതൊക്കെ ഇതുമായുള്ള ബന്ധമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, മാഫിയ ബന്ധങ്ങൾ ഇവർക്കുണ്ട്. പിന്നെ സമരം ചെയ്യുന്നവരുടെ പിന്നിൽ ഗൂഢശക്തികളുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വളരെ എളുപ്പമല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, ഈ അടൂർ പ്രകാശിന് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞിട്ട് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ ഇൻ്റലിജൻസ് IGയോ DGPയോ ആരെങ്കിലും ആണെങ്കിൽ ജസീറയുടെ പേരുള്ള ചാർജ് വെച്ച് ചാർജ് ഷീറ്റ് കൊടുത്ത് ജസീറെ അറസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ അത് ചെയ്യാൻ ധൈര്യമില്ല എന്നല്ല, ചെയ്യാനില്ല. ജസീറെ അറസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് വല്ലതും പറ്റിയോ? യഥാർത്ഥത്തിൽ പ്രശ്നം ഈ ഗൂഢാലോചന, ഗൂഢസംഘങ്ങൾ എന്നൊക്കെ പറയുന്ന ഇത്തരം വാദങ്ങൾ ഈ സമരങ്ങളെ പൊളിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണെന്ന് അറിയാത്തവരൊന്നുമല്ല കേരളീയർ. അതുകൊണ്ട് മലയാളിക്ക് വളരെ നന്നായി മനസ്സിലാവും ഈ കാര്യം. ഇപ്പോൾ ജസീറയുടെ സമരത്തെ നിരവധി ആളുകൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായും പിന്തുണയ്ക്കും. കാരണം കേരളത്തിൽ ഞാൻ അങ്ങനെ വലിയൊരു സമൂഹത്തെ കാണുന്നുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ റോഡിൽ ഇറങ്ങി നടക്കുന്നത് അങ്ങനെയുള്ള ഒരു പൊതുസമൂഹത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ പിന്തുണയൊന്നുമില്ല. ജസീറയുടെ ഒരു ചോദ്യം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ സംഘടനകൾ താങ്കളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, താങ്കളെ പോലെ തന്നെ കഴിഞ്ഞ 10-11 വർഷമായി സമരം ചെയ്യുന്ന ഒരാളാണ് മണിപ്പൂരിലെ ഇറോം ശർമിള. അവർ 10 വർഷമായി നിരാഹാരമാണ് കിടക്കുന്നത്. 10 വർഷമായിട്ടും അവരുന്നയിച്ച സമരത്തിന്റെ ഡിമാൻഡിനെ അഭിസംബോധന ചെയ്യാൻ പോലും കേന്ദ്ര ഭരണകൂടം തയ്യാറായിട്ടില്ല. താങ്കൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ താങ്കളുടെ സമരം വിജയിക്കുമെന്ന്? ആദ്യം ചോദിച്ച ചോദ്യം, താങ്കളുടെ സമരത്തിന് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നല്ല, വരുന്നവർ ഏത് രാഷ്ട്രീയത്തിലുള്ളവരാണോ അല്ലെങ്കിൽ ഏത് സംഘത്തിൽപ്പെട്ടവരാണോ ഞാൻ അന്വേഷിക്കാറില്ല. എൻ്റെ സമരത്തിൽ വരുന്ന ഓരോ മനുഷ്യനും അവർ എൻ്റെ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വരുമ്പോൾ അവരെ ഏത് പാർട്ടിയാണെന്നോ ഏത് ഐഡൻറ്റിറ്റി കാർഡ് ചോദിച്ചിട്ടോ ഞാൻ ചെയ്യാറില്ല. അവർ എൻ്റെ സമരത്തിനോട് യോജിച്ച് വരുമ്പോൾ ഞാൻ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കും. അവർ എനിക്ക് തരുന്ന സഹായങ്ങളും ഞാൻ സ്വീകരിക്കും. അതുപോലെ പിന്നെ രാഷ്ട്രീയം ഒന്നും ഇല്ല. ഇപ്പം D രാജ ആയാലും ആനി രാജ ആയാലും അതുപോലെ ശോഭാ സുരേന്ദ്രൻ, അതൊന്നും ഞാൻ ഒരു മനുഷ്യ, ഒരു കേരളീയ എന്നുള്ള രീതിക്കാണ്. തീർച്ചയായിട്ടും എനിക്ക് പാർട്ടിപരമായിട്ടോ സാമൂഹികപരമായിട്ടോ എനിക്ക് യാതൊരു അറിവുമില്ല. ഞാൻ ശരിക്കും ഒരു ഓട്ടോ ഡ്രൈവറാണ്. പുറത്ത് ഒരു പത്രം പോലും വായിക്കാത്ത ഒരാളാണ്. എനിക്കറിയില്ല അതിനൊന്നും പറ്റി. പക്ഷെ എന്നോട് വരുന്നവരൊക്കെ മനുഷ്യരാണ്. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ്. അവരൊക്കെ കേരളീയരാണ്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്കിപ്പോൾ പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. അത് അവർ തന്നെയാണ് എന്നെ ബോധിപ്പിച്ചിട്ടുള്ളത്. നീ നിനക്ക് വേണ്ടി മാത്രമല്ല, നമുക്കും കൂടിയാണ് വേണ്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഈ തിരക്കിൻ്റെ അടിയിൽ ഇതൊക്കെ മറന്നുപോയി ജസീറ. നമ്മളെ കൊണ്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ ഇതൊന്നും സ്വീകരിക്കുമോ എന്ന് കാല് വന്ന് പിടിച്ച് ചോദിക്കുമ്പോൾ പറ്റൂല എന്ന് ഞാൻ ആരെ ഭയന്ന് പറയണം? കഴിഞ്ഞ നോമ്പുകാലവും പെരുന്നാളും ശ്രീമതി ജസീറ, കഴിഞ്ഞ നോമ്പുകാലവും പെരുന്നാളും ഓണവും ഒക്കെ തെരുവിലായിരുന്നു. ഇപ്പോൾ വീണ്ടും പെരുന്നാൾ എത്തുമ്പോൾ ജസീറ തെരുവിൽ തന്നെയാണ്. ഇതൊരു സമാധാനത്തിന്റെ പെരുന്നാളാണ്. നേരെ മറിച്ച് ഞാൻ വീട്ടിൽ പോയിരുന്നാൽ ഒരിക്കലും എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ലായിരുന്നു. ഇതിലൊരു പ്രതിഷേധത്തിൻ്റെ ഒരു സുഖം കിട്ടുന്നുണ്ട് എനിക്ക്. തെരുവിൽ അലയുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും ഉറക്കമൊഴിയുമ്പോഴും. രാത്രി കാണാൻ ഞാനിവിടെ 4 മണി വരെ ഉറക്കമൊഴിഞ്ഞായിരിക്കുന്നത്. പട്ടികളെയും 10-12 പട്ടികൾ ചുറ്റുമുണ്ട്. ഒരു വടിയുമായി ഞാനിവിടെ ഇരിക്കുന്നത് കാണാം 4 മണി വരെ. 4 മണിയാകുമ്പോൾ ആരെങ്കിലും നടക്കാനിറങ്ങുന്ന സമയമാകുമ്പോഴാണ് ഞാൻ ഉറങ്ങുന്നത് രാവിലെ 8 മണി വരെ. അതിനിടയിൽ എഴുന്നേറ്റ് നമസ്കാരം പറ്റുമെങ്കിൽ അത് നിസ്കരിക്കും. അതല്ലാതെ ഞാൻ രാത്രിയിൽ ഉറക്കൊഴിയുമ്പോഴും
ഇവിടെ കഷ്ടപ്പെടുമ്പോഴും എനിക്കൊരു സമാധാനം ഉണ്ട് അതിനകത്ത്, ഒരു പ്രതിഷേധിക്കുന്ന ഒരു സമാധാനം. ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് നിയമമില്ല, നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമില്ല, എനിക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. എനിക്ക് ആകുള്ളത് സ്വയം പീഡനമാണ്. അത് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന സുഖം. പിന്നെ ശർമ്മ അവരെ പോലുള്ള അതെന്ത് ചെയ്യും എന്ത് ചെയ്യുന്നില്ല എന്നതല്ല. ഞാനൊരു വ്യക്തിയാണ്, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു. അത് എന്ത് ചെയ്യും എന്താകും എന്നൊരു യാതൊരു വളരെയധികം നന്ദി ശ്രീമതി ജസീറ, ശ്രീജ നെയ്യാറ്റിൻകര, CR നീലകണ്ഠൻ, AP അബ്ദുള്ള കുട്ടി, ശോഭാ സുരേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാ അതിഥികൾക്കും നന്ദി.